ഇവിടെ വന്നാൽ എന്റെ മനസ്സ് നിറയും. ഇവർക്കൊപ്പം സമയം ചെലവിടുന്നതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. പറയുന്നത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയാണ്. ഹരിപ്പാട് സ്പെഷ്യൽ സ്കൂളിലെത്തിയപ്പോൾ ചെന്നിത്തല മന്ത്രി എന്ന പകിട്ടും ആഡംബരവുമെല്ലാം ഉപേക്ഷിച്ചു. കുറച്ചു സമയത്തേക്ക് അവരുടെ പ്രിയപ്പെട്ട കളിക്കൂട്ടുകാരനായി. അവരോടൊപ്പം ആടിയും പാടിയും സമയം ചെലവഴിച്ചു. ഈ സ്കൂൾ നടത്തുന്നത് തന്നെ രമേശ് ചെന്നിത്തല നേരിട്ടാണ്. അത് അധികമാരും അറിയാത്ത രഹസ്യമാണ്. ഇവിടുത്തെ ഓരോ കാര്യങ്ങളിലും മന്ത്രിയുടെ ശ്രദ്ധയുണ്ട്. ഇനി എത്ര ഉന്നതമായ പദവിയിലെത്തിയാലും താൻ ഈ കുഞ്ഞുങ്ങൾക്കൊപ്പം ചെലവഴിക്കുമെന്നാണ് ചെന്നിത്തല പറയുന്നത്. ആഭ്യന്തരമന്ത്രി എന്നത് ഇവിടുത്തെ കുട്ടികൾക്ക് സ്വന്തം കൂട്ടുകാരനാണ്. കെട്ടിപ്പിടിച്ചും കൈകുട്ടി ചിരിച്ചുമൊക്കെ ഇവർ ചെന്നിത്തലയ്ക്കൊപ്പം സമയം ചെലവിടും. അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുമ്പോൾ ചെന്നിത്തലയുടെ കണ്ണും നിറയും. ഹരിപ്പാട് മണ്ഡലത്തിൽ ഭിന്നശേഷിക്കാരായ ഒരുപാട് കുട്ടികളുണ്ട്. അവരുടെ ഭാവി സുരക്ഷിതമാക്കണമെന്ന ചിന്തയിൽ നിന്നാണ് ഇത്തരമൊരു സ്ഥാപനം തുടങ്ങിയതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ശൂന്യതയായിരുന്നു മുൻപിൽ. എന്നാൽ 2 കോടി രൂപ നൽകി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പിന്തുണ നൽകിയതോടെ സ്ഥാപനം യാഥാർത്ഥ്യമാകുകയായിരുന്നു. കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി അടക്കമുള്ള വ്യവസായ രംഗത്തെ പ്രമുഖർ സഹായവുമായി കൈനീട്ടിയതും ചെന്നിത്തല ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഹരിപ്പാട് സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്കൊപ്പമുള്ള രമേശ് ചെന്നിത്തലയുടെ ചില ദൃശ്യങ്ങൾ ചേർക്കുന്നുണ്ട്, കണ്ടു നോക്കാം. അല്ല, നീ എവിടെ കണ്ടില്ലല്ലോ? ജ്യോതിഷം കാണുമോ? കൊള്ളാവോ? ഇവിടെയാണ് എൻ്റെ സ്വർഗം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ എൻ്റെ മണ്ഡലത്തിൽ ധാരാളം ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടെന്നുള്ള കണ്ടെത്തലിലൂടെയാണ് ഇങ്ങനെയൊരു സ്ഥാപനം ആരംഭിക്കാൻ ആഗ്രഹിച്ചത്. ശൂന്യതയിൽ നിന്നാണ് ഞാൻ ഈ സ്ഥാപനം ആരംഭിച്ചത്. ഇന്ന് ഇവിടെ സ്വർഗമാണ്. എല്ലാ തലങ്ങളിലുമുള്ള വീടുകളിലെ കുട്ടികൾ ഇവിടെ വരാറുണ്ട്. എല്ലാവർക്കും സൗജന്യമായ ഫുഡ്, യൂണിഫോം, ട്രാവൽ എല്ലാം ഞങ്ങൾ നൽകുന്നുണ്ട്. ഇത് നൽകുന്നത് ഞങ്ങൾക്കിടെ കയ്യിലൊന്നുമില്ല, പക്ഷെ എല്ലാവരും സഹായിച്ചത് കൊണ്ടാണ്. പ്രിയപ്പെട്ട യൂസഫ് അലിയെ മറക്കാൻ കഴിയില്ല. 2 തവണ അദ്ദേഹം ഞങ്ങൾക്ക് 1 കോടി രൂപ തന്നു. അദ്ദേഹമാണ് ഈ സ്ഥാപനം തുടങ്ങാൻ എനിക്ക് ശക്തി നൽകിയത്. പിന്നെ അമ്പലപ്പുഴ ശ്രീ ഹരികുമാർ ഉൾപ്പെടെ ധാരാളം ആളുകൾ ഇപ്പോൾ സഹായങ്ങൾ നൽകുന്നുണ്ട്. ശ്രീ ചിറ്റിലപ്പള്ളി, മുത്തൂറ്റ്, കോൺഫിഡൻസ് ഗ്രൂപ്പ്, ഇങ്ങനെ ധാരാളം. ഞാൻ ആരോട് ചോദിച്ചാലും അവർ ചെറുതും വലുതുമായ സഹായങ്ങൾ അവരുടേതായ രീതിയിൽ നൽകും. ഇവിടെ ഇത്തരം ധാരാളം കുട്ടികളെ വീടുകളിൽ പൂട്ടിയിടുകയും ഗോവിന്ദപിള്ള ചേട്ടൻ എന്ന് പറഞ്ഞ നമ്മുടെ അമ്പലത്തിനടുത്ത ഒരാളുണ്ട്. അദ്ദേഹം എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ, നീ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്, ഇങ്ങനൊരു കാര്യം ചെയ്യണം. ഞാൻ മരിച്ചു പോയാൽ എൻ്റെ കുട്ടികൾക്ക് ആരുണ്ടാവും. അത് വാക്ക് എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് സ്പർശിച്ചു. മറ്റ് സ്ഥലങ്ങളിലൊക്കെ കന്യാസ്ത്രീ അമ്മമാർ, മഠങ്ങൾ, അല്ലെങ്കിൽ ക്രൈസ്തവ സഭകൾ, അല്ലാത്ത വ്യക്തികളൊക്കെ നടത്തുന്നു. അപ്പോൾ അതെനിക്കൊരു എൻ്റെ മനസ്സിൽ തട്ടിയ ഗോവിന്ദപിള്ള ചേട്ടൻ്റെ വാചകം. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കാൻ 1 ലക്ഷം രൂപ എടുത്ത് എനിക്ക് പുള്ളിയുടെ പെൻഷനും തന്നു, ഇത് തുടങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് മുതൽ എൻ്റെ മനസ്സിൽ ഇത് തുടങ്ങണമെന്നുള്ള ആഗ്രഹമായിരുന്നു.